ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യക്ക് വിരലെണ്ണാൻ പറ്റാത്ത അത്രയും വെജ് കറികളുണ്ടെങ്കിൽ പോലും നോൺ വെജ് ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു ഇച്ചിരി മീനിൻ്റെ ചാറെങ്കിലും ഇല്ലാതെ ചോറിറങ്ങാത്ത എന്നെപ്പോലുള്ളവർക്ക് സദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ കോളിഫ്ലവർ വെച്ചുണ്ടാക്കാവുന്ന ഒരു മസാലക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു മസാലക്കറി എല്ലാ സ്ഥലങ്ങളിലുള്ള സദ്യയിലും ഉണ്ടാകണമെന്നില്ല. നമ്മളുടെ അവിടെയൊക്കെ മിക്കവാറും കല്യാണങ്ങളിലും അതുപോലെ ഹോട്ടലിൽ നിന്ന് സദ്യ കഴിക്കുമ്പോഴെല്ലാം ഈ കറി ഉണ്ടാവാറുണ്ട്. ഇത് കോളിഫ്ലവറിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾ വെച്ചിട്ട് ഈ സെയിം മെത്തേഡിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണണേ. അപ്പോൾ ആദ്യം മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ 2 വലിയ സബോള നൈസായി അരിഞ്ഞ് ചേർത്തൊന്ന് വഴറ്റാം. വേപ്പിലുണ്ടെങ്കിൽ സബോളയുടെ കൂടെ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. സബോള നന്നായി ഒന്ന് വഴന്നു വന്നാൽ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, 4 പച്ചമുളക് നടുകീറിയത് ചേർത്ത് കൊടുക്കാം. 5 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചാൽ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ കിട്ടും. ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിക്കാം. പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നാൽ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളി മതിയാകും. തക്കാളിയും അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് തക്കാളി വേവിക്കാം. ഞാനിതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് കൂടെ ചേർക്കുന്നുണ്ട്. സാധാരണ സദ്യയുടെ കൂടെയുള്ള മസാലക്കറിയിൽ കൂടുതൽ ഉരുളൻകിഴങ്ങും കുറച്ച് കോളിഫ്ലവറാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ നേരെ തിരിച്ച് കോളിഫ്ലവർ കുറച്ച് കൂടുതൽ, ഉരുളക്കിഴങ്ങ് കുറച്ചാണ് ചേർക്കുന്നത്. കോളിഫ്ലവർ ഏകദേശം 400 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക. പിന്നെ ഞാൻ ഈ സെയിം മസാലക്കറി സോയ ചങ്ക്സ് വെച്ചുണ്ടാക്കിയിട്ട് ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിക്കാം. കോളിഫ്ലവർ ഞാൻ 10 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് കഷ്ണങ്ങളാക്കിയത്. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ 1/2 കപ്പ് തേങ്ങയും 5 ചുവന്നുള്ളി അരിഞ്ഞതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്താണ് നമുക്ക് തേങ്ങ വറുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് വേവിക്കാൻ വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പം തേങ്ങ നന്നായി ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അത് നന്നായി ചൂടാറിയാൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഉരുളൻകിഴങ്ങും കോളിഫ്ലവറും ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതിൽ വെള്ളവും പകുതിയോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് നന്നായി കുലുക്കി കറിയിലോട്ട് ചേർക്കാം. കറി നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കറി വേണ്ടത്. ഒഴിച്ചുകറിയുടെ അത്ര ലൂസ് ആവാനും പാടില്ല, എന്നാലോ കൂട്ടുകറിയുടെ അത്ര കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള മസാലക്കറി ഇവിടെ റെഡിയായി. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ ഈ കറി അടിപൊളി കോമ്പിനേഷനാണ്. ഇതുവരെ ഈ കറി ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരും ഒക്കെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ദയവായി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.
ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.